Hi friends, welcome back. ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. കുറച്ചധികം ടെക്നോളജി വാർത്തകൾ ഒരു വീഡിയോയിൽ. പ്രധാനമായിട്ടും Pubg അത് സെർവർ ഡൗൺ ആയി എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരും അത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഇത് VPN ഉപയോഗിച്ച് കളിക്കാൻ പറ്റുമോ, കൊറിയൻ വെർഷൻ കളിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ചധികം ടെക്നോളജി വാർത്തകൾ വേറെ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പബ്ജിയുടെ ഈ ഒരു സെർവർ ഡൗണിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും അത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാനിത് ഇന്നലെ തന്നെ അറിഞ്ഞൊരു വിഷയമാണ്. എങ്കിൽ പോലും അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് കണ്ടത്. പക്ഷേ എങ്കിലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ വരെ ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ വീഡിയോ ഇന്നലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വാർത്ത ഫേക്ക് ആണെന്ന രീതിയിലുള്ള കമൻറ്റൊക്കെ കണ്ടു. ഫേക്ക് ഒന്നുമല്ല, അവരുടെ ഒഫീഷ്യൽ പേജിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി അവരുടെ പേജിനെയും മറ്റു കാര്യങ്ങളും ഡേറ്റും കൺഫ്യൂഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വിട്ട് കളയാം. ആ ഗെയിമിനകത്ത് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആവുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോയുടെ തമ്പനയിലിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചുകൊണ്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഗെയിമിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ അത് ഫേക്ക് അല്ല, റിയൽ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഇന്ത്യൻ വെർഷനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺട്രി മാറ്റി US കിട്ടുകൊണ്ട് പലരും ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഗ്ലോബൽ വെർഷനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്. അതെടുത്ത് കളിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം സെർവർ കട്ടായി ഡൗൺ ആയിരിക്കുകയാണ്. ഒന്നും തന്നെ ആർക്കും തന്നെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ അത് കട്ടായിക്കോളും. എന്തായാലും അങ്ങനെ ഇന്ത്യൻ വെർഷനായാലും ഗ്ലോബൽ വെർഷനൊന്നും നമുക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിൽ സെർവർ ഡൗൺ ആയി കഴിഞ്ഞു. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വേറെ വരുന്നത്, കൊറിയൻ വെർഷൻ കളിക്കാൻ പറ്റുമോ? കൊറിയൻ വെർഷൻ ഇതുവരെയും ഡൗൺ ആയിട്ടില്ല. നോർമലി കളിക്കാൻ പറ്റുന്നുണ്ട്. അത് നോർമലി പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതെന്തായാലും മാറ്റി വയ്ക്കാം. പിന്നെ VPN ഉപയോഗിച്ച് കളിക്കാൻ പറ്റുമോ? VPN ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള സെർവർ ബ്ലോക്കുകളെ മറികടക്കാൻ സാധിക്കും നോർമലി. പക്ഷെ അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം സർക്കാർ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മളതിനനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കാര്യം എനിക്കും PUBG ഭയങ്കര ഇഷ്ടമാണ്, ഞാനും കളിക്കാറുണ്ട്. നമ്മൾ ഗെയിമിംഗ് ചാനൽ വരെ പ്ലാൻ ചെയ്ത ആളാണ്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സർക്കാരിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും ട്രൈ ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോഴേക്കും ഇതെല്ലാം ഡൗൺ ആയിട്ടുണ്ട് നോർമലി. അത് ഫേക്ക് ന്യൂസ് ഒന്നുമില്ല, റെയിൽ തന്നെയാണ്. പിന്നെ ടെൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വെടിവെക്കാനാണ്, ഇന്ത്യയിൽ റീലോഞ്ച് ചെയ്യാനാണ് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ന്യൂസായിട്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു വാർത്തയെ പറ്റി കുറേ ന്യൂസുകൾ കേൾക്കും. ബട്ട് റിയലി സർക്കാർ തലത്തിൽ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഇതിനു വേണ്ടി നടക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലെടുത്ത വീഡിയോകളിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, OnePlusൻ്റെ 8T ആ സീരീസുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി അടുത്ത സീരീസ് എന്തായാലും OnePlus9 തന്നെയാണ്. അതിനെക്കുറിച്ച് ചെറിയ റൂമേഴ്സൊക്കെ വന്നു തുടങ്ങി. SDA ഡെവലപ്പേഴ്സ് സൈറ്റുകളിലൊക്കെ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. OnePlus9ഉം 9Proയും ഏതൊക്കെയോ പുതിയ പേരുകളിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. താമസിയാതെ OnePlus9 Pro ഡിവൈസുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. വരുമെന്നുള്ള കാര്യം അറിയാം. എന്തായാലും അതിൻ്റെ ലീക്സും റൂമേഴ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചേഞ്ചുകളെന്നോ, ഹാർഡ്വെയർ ചേഞ്ച് ഉണ്ടോ, സോഫ്റ്റ്വെയർ ചേഞ്ച് ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു തരത്തിലുള്ള സൂചനകളുമില്ല. ജസ്റ്റ് നിങ്ങളിവിടെ കാണുന്ന തരത്തിലുള്ള ഒരു പേരും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയ ഇൻഫർമേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ OnePlusൻ്റെ പുതിയ ഫോണുകളെ കുറിച്ചുള്ള വിവരങ്ങളും കേട്ട് തുടങ്ങിയിരിക്കുന്നു. കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ അറിയുമ്പോൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിൻ്റെ S21 എന്ന ഫോണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ ഡിസൈൻ, ക്യാമറ ഡിസൈൻ, അതേപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് NFC സർട്ടിഫിക്കേഷനും അതിന് കഴിഞ്ഞിട്ടുണ്ട്. സോ താമസിയാതെ തന്നെ സാംസങ് ഗാലക്സി S21 സീരീസ് 1, S21 അൾട്ര തുടങ്ങിയ ഫോണുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. പുതിയ സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും കൂടുതലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിവരങ്ങൾ അറിയുമ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു NFC സർട്ടിഫിക്കേഷൻ കൂടി കഴിഞ്ഞ് സാംസങ് ഗാലക്സി S21 സീരീസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം, ഷവോമിയുടെ ഒരു 5G ഫോൺ MIIT സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ഫോൺ എന്ന് പറയുന്നത് നോർമലി വരുന്നൊരു ഏതെങ്കിലും റെഡ്മി ഫോൺ പോലെയല്ല ഇരിക്കുന്നത്. Redmi K30 സീരീസിൻ്റെ ഒക്കെ ഒരു അപ്ഡേഷൻ പോലെ ഒരു K40 സീരീസ് ആണെന്നാണ് വിലയിരുത്തുന്നത്. സോ റെഡ്മിയുടെ K30 ആ ഒരു സീരീസ്, K20, K30 ആ സീരീസ് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ K40 എന്ന ഒരു ഡിവൈസ് വരാൻ പോകുന്നതായിട്ടാണ് കേൾക്കുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. കൂടുതൽ സ്പെക്കോ കാര്യങ്ങളോ ഡിസൈനോ ഒന്നും തന്നെ ലീക്കായി വന്നിട്ടില്ല. എന്നാലും ഈ ഒരു സംഗതി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പിള്ളേർ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കും. താമസിയാതെ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡിസൈനും അതേപോലെ മറ്റു ആസ്പെക്ട്സും ഒക്കെ അറിയാൻ സാധിക്കും. K40, റെഡ്മിയുടെ K40 എന്ന രീതിയിലുള്ളൊരു ഫോണാണ് താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. എന്തെങ്കിലും ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുമ്പോൾ അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, iPhone12 നമുക്ക് ഇന്ത്യയിൽ തന്നെ വാങ്ങിക്കാം. പ്രീ ബുക്കിംഗ് പോലുള്ള സംഗതികളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. ആപ്പിൾ സ്റ്റോറിലൊക്കെ വന്നിട്ടുണ്ട്. വാങ്ങിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. യൂഷ്വലി പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് iPhone അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. iPhone 12 Pro എല്ലാം ഉണ്ട്. മിനി എല്ലാ സംഭവങ്ങളും അവിടെ കാണുന്നുണ്ട്. സോ വേണ്ടവർക്ക് അത് പർച്ചേസ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം, ആപ്പിൾ കെയർ പ്ലസ് എന്ന ഒരു പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സൈറ്റിലുണ്ട്. കുറച്ച് യൂസ്ഫുൾ ആയൊരു സംഗതിയാണ്. നമുക്കൊരു ഫോണിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലുള്ളൊരു സംഗതിയാണത്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇനി അടുത്തൊരു കാര്യം, പോക്കോയുടെ ഒരു ഫോൺ പുതിയത് വരുന്നുണ്ട്. ഡിസംബറിൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നവംബർ ഡിസംബർ അടുത്ത മാസം ആദ്യ ആഴ്ചകളിൽ തന്നെയായിരിക്കും മിക്കവാറും ഈ പോക്കോയുടെ പുതിയ ഫോണിൻ്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. ബട്ട് ആ ഒരു ഫോൺ പോക്കോ F2 ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പോക്കോ F2 ആവുമെന്ന്. ഞാനെങ്കിൽ സന്തോഷം. പക്ഷേ അത് പോക്കോ F2 അല്ല, പകരം പോക്കോയുടെ അടുത്ത ഒരു ഫോൺ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ചിലരൊക്കെ പറയുന്നത് പോക്കോ F2 ആയിരിക്കുമെന്ന്. പോക്കോ F2 വരുമെന്നുള്ള കാര്യം ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതായിരിക്കുമോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് ആരും പറയുന്നില്ല. പകരം പോക്കോയുടെ ഒരു ഫോൺ ഡിസംബറിൽ വരാൻ പോകുന്നു മാത്രമാണ് നമുക്ക് ഇപ്പോഴേക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി F2 എങ്ങാനും സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തുമെന്ന്. അങ്ങനെ നിർത്തിയാൽ തന്നെ 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കില്ല അതിൻ്റെ പ്രൈസ്, അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി അവർ ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ പോക്കോ F2നെ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അത് 20,000 രൂപയ്ക്ക് താഴെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട. നോർമലി ഇപ്പോൾ നമുക്ക് മറ്റ് പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും നമുക്ക് കിട്ടുന്ന പോലെ 20-25 രൂപ ആ റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും ഈ ഒരു ഫോണും പോക്കോ F2ഉം വരാൻ പോകുന്നത്. ഒരിക്കലും 20,000 താഴെ നിങ്ങൾ പോക്കോ F2നെ എക്സ്പെക്ട് ചെയ്യേണ്ട. ഇനി അടുത്തൊരു കാര്യം, OnePlus Nord. കുറേ ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട് OnePlus Nordൻ്റെ ഫോണിനകത്ത്. ഇപ്പോൾ ഒരുപാട് ഷോപ്പിലേക്ക് ഫോണുകൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആൾക്കാർ പല ഇഷ്യൂസ് പറയുന്നു. ഡിസ്പ്ലേയുടെ ഇഷ്യൂ പറയുന്നു, ചാർജ് നിൽക്കുന്നില്ല ഇഷ്യൂ പറയുന്നു. പല ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും OnePlus Nord നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഷോപ്പുകളുമായി ഞാൻ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ OnePlus Nordന് ഇപ്പോഴും നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഒരുപാട് ഡിമാൻഡുള്ള ഫോൺ തന്നെയാണ് OnePlusൻ്റെ Nord. ആ ഫോണിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ OnePlus Nord 2, അതായത് നമ്മളിപ്പോൾ വരാൻ പോകുന്ന OnePlus N10, N100 അതല്ല ഉദ്ദേശിക്കുന്നത്. റിയൽ OnePlus Nord 25,000 രൂപയ്ക്ക് നിൽക്കുന്ന OnePlus Nordൻ്റെ സെക്കൻഡ് വെർഷൻ, അതിനെക്കുറിച്ചുള്ള ലീക്സ് റൂമേഴ്സുമാണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. മിക്കവാറും അടുത്ത വർഷം ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. OnePlus Nordൻ്റെ സെക്കൻഡ് വെർഷൻ OnePlus Nord 2. പക്ഷേ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഡിസൈനോ സ്പെക്കോ ഒന്നും പറയുന്നില്ല. ബട്ട് ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിംഗ് ഒക്കെ കമ്പനി ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴേക്ക് കേൾക്കുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, മോട്ടോറോളയുടെ പുതിയ ഫോണുകൾ വീണ്ടും വരികയാണ്. ഇവോൾവ് പോലുള്ള ഫോണുകളും E7 ഒക്കെ സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു കുറേയധികം ഫോണുകൾ ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. മോട്ടോറോള മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് പ്രോജക്റ്റുകൾ ഇറക്കി സജീവമാവാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. പുതിയ ഫോണുകളുടെ സർട്ടിഫിക്കേഷനൊക്കെ കഴിയുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും മോട്ടോറോള ഫാൻസ് ആ ഒരു ബ്രാൻഡ്, അതിപ്പോൾ ചൈനയാണോ ഏതാണോ, ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റിയും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാനുള്ള വകയാണ്. ഇവരിപ്പോൾ പ്രൈസിങ്ങിലും നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൈസിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താമസിയാതെ കുറേ അധികം മോട്ടോ ഫോണുകളാണ് വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ മിക്കവാറും മോട്ടോറോള ഇവോൾവ് തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള മോട്ടോറോള ഫോണുകളൊക്കെ താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കണ്ടുമുട്ടാം.